രണ്ട് പെമ്പിള്ളേരെ ഡ്യൂട്ടി കിട്ടുന്നത് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞെങ്കിലും ഇരിക്കായിരുന്നു. അതുമില്ല. എന്തായാലും ഫുഡിൻ്റെ പരിപാടി മാറ്റണ്ടോ? വേറെ ചേറിൽ പുതിയൊരാൾ, അത് ന്യൂ ജോയിനി വരും എന്ന് പറയുന്നില്ലേ, മനോ വിനോ? വിനു എന്ന് പറഞ്ഞു. അവനെ പിടിച്ച് നൈറ്റ് ഡ്യൂട്ടി കിട്ടല്ലേ, ബെസ്റ്റ്. അവരുടെ വള്ളിയെടുത്താലോ? വേണോ? എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? ഹലോ ഹലോ, തുടക്കം തന്നെ പിടിച്ച് നൈറ്റ് ഇട്ടല്ലേ? താൻ ഈ ചെല്ലാണ് ഇരുന്നേ? അതെ. ഈ ചെല്ല അങ്ങനെ ആരും ഇരിക്കാറില്ല. എന്ത് പറ്റി? ഞാനൊന്നും ഈ ചേറിൻ്റെ പരിസരത്ത് പോലും വരാറില്ല. ഇതിലാണ് പണ്ട് സെബാസ്റ്റ്യൻ ഇരുന്നത്. സെബാസ്റ്റ്യൻ നമ്മുടെ പഴയ സെബാസ്റ്റ്യൻ. വർക്ക് പ്രഷർ മൂലം അവൻ ഈ റൂമിലെ ഈ ഫാനിലൊക്കെ ഇട്ട് പിന്നെ ആത്മഹത്യ ചെയ്തു. കുറച്ചും കൂടെ ഒന്ന് കയറ്റിപ്പിടിക്കുക. കണ്ണൊക്കെ തുറിച്ച് നാക്കൊക്കെ വെളിയിൽ വന്ന് മാന്തി പൊളിച്ച് കാഴ്ചയായിരുന്നു. വർക്ക് പ്രഷർ കാരണമൊക്കെ ഒരാൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര തവണ മരിക്കണം? ഇത് വർക്ക് പ്രഷർ മാത്രമല്ല, നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് ഡിപ്രഷൻ അടിച്ചിട്ടേ. പിന്നെ ഡിപ്രഷൻ ഇത്ര വലിയ കാര്യമല്ലേ? കളിയാക്കണ്ട ചേട്ടാ, ഡിപ്രഷൻ വലിയ സംഭവം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവനെ സന്ധ്യ സ്റ്റെയറിന് താഴേക്കിട്ട് കയ്യങ്ങൾ തവിട് പൊടിയായി പോയത്. ആര്? സെബാസ്റ്റ്യൻ. നിങ്ങളല്ലേ പറഞ്ഞ സെബാസ്റ്റ്യൻ മരിച്ചു പോയെന്ന്? എടോ, സെബാസ്റ്റ്യൻ്റെ പ്രേതം ഈ ഓഫീസിൽ 14 പേർക്കാണ് പല തവണയായിട്ട് അപകടം പറ്റിയത്, അറിയോ? അതിന് ശേഷമല്ലേ മേപ്പാടം തിരുമേനി വന്ന് ഇവിടെ ക്രിയകളൊക്കെ നടത്തി ഞങ്ങൾക്ക് KLS കിട്ടി. അതുകൊണ്ടല്ലേ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഈ പേടിക്കണ്ട കേട്ടോ, ഓഫർ ലെറ്ററിൻ്റെ കൂടെ കമ്പനി KLS തരുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലേ? ഹായ് ബ്രോ. യെസ്, സാറ് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടാവുന്നത്. എത്താൻ കുറച്ച് ലൈറ്റായിപ്പോയി. ഞാൻ വിനു, ന്യൂ ജോയിനി. രണ്ട് ന്യൂ ജോയിനെയോ? അതും പിന്നെ ഇതും കളിയാക്കണ്ട ചേട്ടാ, ഡിപ്രഷൻ വലിയ സംഭവം തന്നെയാണ്.